നമസ്കാരം. ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കുംഭം മീനം രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന വ്യാഴം നക്ഷത്രാധിപനായി വരുന്ന പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ 2026 വിശേഷങ്ങളാണ്. പൂർവ്വ പ്രോഷ്ഠപത എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു വലിയ വഴിത്തിരിവിന്റെ വർഷമായിരിക്കും. ആത്മീയമായ വളർച്ചയും ഭൗതികമായ നേട്ടങ്ങളും ഒരേപോലെ ഇവരെ തേടിയെത്തും. നക്ഷത്ര സവിശേഷതകൾ: വ്യാഴമാണ് നക്ഷത്രാധിപൻ. അജൈകപാദമാണ് അധിദേവത. ചിഹ്നം: കട്ടിലിന്റെ മുൻഭാഗത്തെ 2 കാലുകൾ അല്ലെങ്കിൽ 2 മുഖങ്ങളുള്ള മനുഷ്യൻ. ഇത് ജീവിതത്തിന്റെ 2 വശങ്ങളെ ഭൗതികവും ആത്മീയവും സൂചിപ്പിക്കുന്നു. ഇവർ വളരെ ദയാലുക്കളും സത്യസന്ധരുമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളാനും ഉപദേശങ്ങൾ നൽകാനും ഇവർക്ക് താൽപ്പര്യം കൂടുതലായിരിക്കും. നല്ല വാഗ്മികളും അധ്യാപനശേഷിയുള്ളവരുമായിരിക്കും. നക്ഷത്രാധിപനായ വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ഇവർക്ക് മികച്ച അറിവും സത്യസന്ധതയും മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള കഴിവും ഉണ്ടാകും. അധിദേവത അജൈകപാദം. ഏകപാദ രുദ്രൻ എന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നു. ഇത് പ്രപഞ്ചത്തിലെ അഗ്നിയുടെയും പരിവർത്തനത്തിന്റെയും ഊർജത്തെ സൂചിപ്പിക്കുന്നു. സ്വഭാവ സവിശേഷതകൾ: സത്യസന്ധത. ജീവിതത്തിൽ വലിയ മൂല്യങ്ങൾ പുലർത്തുന്നവരാണിവർ. കള്ളം പറയുന്നതും ചതിക്കുന്നതും ഇവർക്ക് ഇഷ്ടമല്ല. മറ്റുള്ളവരെ സഹായിക്കാൻ സദാ സന്നദ്ധരായിരിക്കും. ആരെങ്കിലും ബുദ്ധിമുട്ടുന്നത് കണ്ടാൽ സ്വയം ബുദ്ധിമുട്ടിയും അവരെ സഹായിക്കാൻ ഇവർ ശ്രമിക്കും. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നവരല്ല. സാഹചര്യങ്ങൾ നന്നായി വിശകലനം ചെയ്ത ശേഷമേ ഇവർ പ്രതികരിക്കുകയുള്ളൂ. എത്ര വലിയ സമ്പന്നരായാലും വളരെ ലളിതമായ ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അധ്യാപകർ, നിയമവിദഗ്ധർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, ആത്മീയ പ്രഭാഷകർ, സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്നീ നിലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അധ്യാപന രംഗത്തുള്ളവർക്കും ഈ വർഷം വളരെ മികച്ച വർഷമാണ്. സ്ഥാനക്കയറ്റവും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റവും ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സന്താനഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സാമ്പത്തികമായി ഇവർക്ക് വലിയ തകർച്ചകൾ ഉണ്ടാകാറില്ല. ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലൂടെ ഇവർ ധനം സമ്പാദിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. കഴിഞ്ഞ കുറെ കാലമായി മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കും. പുതിയ വീടോ ഭൂമിയോ വാങ്ങാൻ സാധിക്കുന്ന വർഷമാണിത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും കരൾ സംബന്ധമായ അസ്വസ്ഥതകളും വരാതെ ശ്രദ്ധിക്കണം. പാദങ്ങൾക്കും കാലിന്റെ താഴത്തെ ഭാഗങ്ങൾക്കും പ്രത്യേക സംരക്ഷണം നൽകുക. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങളും പാദങ്ങളിലെ നീരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ നീങ്ങാനുമുള്ള പരിഹാരങ്ങൾ താഴെ വിശദമായി നൽകുന്നു. വ്യാഴാഴ്ച വ്രതം വ്യാഴപ്രീതിക്ക്. പൂരുരുട്ടാതി നക്ഷത്രനാഥൻ വ്യാഴമായതുകൊണ്ട് വ്യാഴാഴ്ചകളിലെ ആരാധന അതീവ പ്രാധാന്യമുള്ളതാണ്. മഹാവിഷ്ണു ദർശനം. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി പാൽപായസം, വെണ്ണ, തുളസിമാല എന്നിവ വഴിപാടായി നൽകുന്നത് ഐശ്വര്യം കൊണ്ടുവരും. സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ചകളിൽ ഒരു നേരം മാത്രം അരിയാഹാരങ്ങൾ കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് ഗുണകരമാണ്. ദക്ഷിണാമൂർത്തി ആരാധന. വിദ്യയ്ക്കും അറിവിനും പൂരുരുട്ടാതിക്കാർക്ക് അറിവും വിവേകവും നൽകാൻ ദക്ഷിണാമൂർത്തി ഭജനം സഹായിക്കും. വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലെ ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതും പിൻവിളക്ക് കൊടുത്തുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. ആത്മീയ ഗുരുക്കന്മാരെയും അധ്യാപകരെയും ബഹുമാനിക്കുന്നതും അവർക്ക് ദക്ഷിണ നൽകുന്നതും പൂരുരുട്ടാതിക്കാർക്ക് വലിയ ഭാഗ്യം നൽകും. അജൈകപാദ ഭജനം. ഈ നക്ഷത്രത്തിന്റെ അധിദേവതയായ അജൈകപാദനെ പ്രീതിപ്പെടുത്താൻ ശിവക്ഷേത്ര ദർശനം ഉത്തമമാണ്. തിങ്കളാഴ്ചകളിലോ പ്രദോഷ ദിവസങ്ങളിലോ ശിവന് കൂവളമാല സമർപ്പിക്കുന്നത് മാനസിക സന്തോഷം നൽകും. നക്ഷത്രവൃക്ഷവന്ദനം പോസിറ്റീവ് എനർജിക്ക്. പൂരുരുട്ടാതിയുടെ നക്ഷത്രവൃക്ഷം തേന്മാവാണ്. ഒരു തേന്മാവ് നട്ടുപിടിപ്പിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നത് നക്ഷത്രദോഷം മാറാൻ സഹായിക്കും. വീടിന്റെ പരിസരത്ത് തേന്മാവ് ഉണ്ടെങ്കിൽ അതിനെ വലം വയ്ക്കുന്നത് നല്ലതാണ്. ദാനധർമ്മങ്ങൾ. മഞ്ഞ നിറത്തിലുള്ള ദാനം. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം, നേന്ത്രപ്പഴം, മഞ്ഞപ്പരിപ്പ് എന്നിവ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടിത്തരും. വിദ്യാദാനം. പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ പുണ്യം നൽകും. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ഗുണങ്ങൾ ജീവിതത്തിൽ ലഭിക്കാൻ ദിവസവും രാവിലെ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. തടസ്സങ്ങൾ മാറാൻ. പൂരുരുട്ടാതിയുടെ അധിദേവതയായ അജൈകപാദനെ ഏകപാദ രുദ്രൻ പ്രീതിപ്പെടുത്താൻ ഓം അജൈകപാദായ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുക. നക്ഷത്രാധിപ മന്ത്രം. ഭാഗ്യവർദ്ധനവിന് നക്ഷത്രനാഥനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്താനും സാമ്പത്തിക നേട്ടങ്ങൾക്കുമായി ഓം ഗുരുവേ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും.
അപ്പോൾ വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 എന്നത് ഭാഗ്യാനുഭവങ്ങളുടെയും നേട്ടങ്ങളുടെയും വർഷമാണ്. വീഡിയോയിൽ പറഞ്ഞ പരിഹാരങ്ങളും മന്ത്രജപങ്ങളും ഭക്തിയോടെ പിന്തുടർന്നാൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നിങ്ങളെ തേടിയെത്തും. വിവേകത്തോടെയുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ ഈ വർഷം നിങ്ങളെ വിജയത്തിലെത്തിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ശനിയുടെ പ്രഭാവമുള്ള ശാന്തതയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.